എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലയാറ്റൂരാണ്. പൊന്നുംകുരിശ് മുത്തപ്പൻ്റെ പൊന്മലയായ മലയാറ്റൂർ മല. അപ്പോൾ ഇന്നത്തെ വീഡിയോ മലയാറ്റൂരിനെയും ഈ പള്ളിയുടെ ഐതിഹ്യത്തെക്കുറിച്ചുമാണ്. മലയാറ്റൂർ എന്ന പേര് ലഭിച്ചിരിക്കുന്നത് തമിഴ് ഭാഷയിൽ നിന്നുമാണെന്നും പറയുന്നുണ്ട്. മലയും ആറും ചേരുന്ന സ്ഥലത്തിന് മലയാറ്റൂരെന്ന് തമിഴ് വംശജർ പണ്ടുകാലത്ത് വിളിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. സംഘകാലഘട്ടത്തിൽ ചോള സാമ്രാജ്യത്തിൽ നിന്നും പാണ്ഡ്യരാജ്യത്തിലേക്കുള്ള പ്രധാന പാതയായിരുന്നു ഇവിടം. അക്കാലത്ത് പുഴയുടെ ഒഴുക്കിൻ്റെ ദിശയെ നോക്കിയാണ് വഴികൾ നിർണയിച്ചിരുന്നത്. പെരിയാറിൻ്റെ ഒഴുക്കിൻ്റെ അടിസ്ഥാനത്തിൽ പാണ്ഡ്യരാജ്യത്തിൽ നിന്നും അല്ലെങ്കിൽ പാണ്ഡ്യ സാമ്രാജ്യത്തിൽ നിന്നും ചോള സാമ്രാജ്യത്തിൻ്റെ പ്രധാന പട്ടണമായ കൊടുങ്ങല്ലൂരിലേക്ക് എത്തിച്ചേർന്നിരുന്നത്. ഈ സംഘകാലഘട്ടത്തിലാണ് തോമാസ് ലീഹ മലയാറ്റൂരിൻ്റെ മണ്ണിൽ എത്തിച്ചേരുന്നത്. അതായത് AD 52. BC 6-ാം നൂറ്റാണ്ട് മുതൽ AD 3-ാം നൂറ്റാണ്ട് വരെയാണ് സംഘകാലഘട്ടം നിലനിന്നിരുന്നത്. എന്നുവെച്ചാൽ യേശു ജനിക്കുന്നതിന് മുമ്പുള്ള 600 വർഷം മുതൽ യേശുവിൻ്റെ മരണശേഷമുള്ള 300 വർഷം വരെയാണ്. അക്കാലത്ത് കേരളമായോ അല്ലെങ്കിൽ ഇന്ത്യ ആയിട്ടോ ഒന്നും രൂപീകരിച്ചിട്ടില്ല. മൊത്തത്തിൽ ഭാരതവർഷ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അക്കാലത്തെ പ്രധാന പട്ടണമായിരുന്നു ഈ മലയാറ്റൂർ. പാണ്ഡ്യരാജ്യത്തിലേക്ക് പോകുന്ന വഴി തോമാസ് ലീഹ ഇവിടെ വിശ്രമിക്കാനിരിക്കുകയും വലിയ പട്ടണമായതിനാൽ ധാരാളം ആളുകൾ കൂടുന്നത് കണ്ട് തൻ്റെ ഗുരുദേവനായ യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. പക്ഷേ നാട്ടുകാരിൽ ചിലർക്ക് അത് അത്രയ്ക്ക് ബോധിച്ചില്ല. അവർ നാടുവാഴിയുടെ അടുത്ത് ചെന്ന് മതം മാറ്റുന്നതിനായി ഒരാൾ കവലയിൽ വന്ന് പ്രസംഗിക്കുന്നു എന്നറിയിച്ചു. നാടുവാഴിയും അദ്ദേഹത്തിൻ്റെ സൈന്യവും വന്ന് തോമാസ് ലീഹായെ ആക്രമിക്കുകയും കല്ലെറിഞ്ഞുകൊണ്ട് വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന ഈ കൊടുങ്കാടായ മലമുകളിലേക്ക് ഓടിച്ചുവിടുകയും മലയടിവാരത്ത് കാവലേർപ്പെടുത്തുകയും ചെയ്തു. മലയിറങ്ങാൻ കഴിയാത്തതുകൊണ്ട് ദിവസങ്ങളോളം ഈ മലമുകളിൽ കഴിയേണ്ടി വന്നു എന്നും പറയപ്പെടുന്നുണ്ട്. വിശപ്പും ദാഹവും സഹിക്കാതെ വന്നപ്പോൾ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഭക്ഷണം കൊടുത്തു എന്നും പറയപ്പെടുന്നു. ഇത് കണ്ട മലവേടന്മാർ നാടുവാഴിയുടെ മുന്നിൽ ചെന്നറിയിച്ചു. മലമുകളിലുള്ള സിദ്ധന് ആകാശത്തു നിന്നും ഒരു ദേവത ഉണ്ണിയുമായി വന്ന് എന്തോ ഭക്ഷിക്കാൻ കൊടുത്തു എന്നും അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്ന സ്ഥലത്ത് പൊന്നിൻ്റെ നിറമുള്ള ഒരു ദിവ്യപ്രകാശം കണ്ടതായും അറിയിച്ചു. ഇതറിയുന്നതിനു വേണ്ടി നാടുവാഴിയും ഒരു കൂട്ടം ജനങ്ങളും മലമുകളിലേക്ക് പുറപ്പെട്ടു. മലമുകളിലെത്തിയപ്പോൾ മലവേടന്മാർ പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവ്യപ്രകാശം കാണാനിടയായി. സിദ്ധന്റെ കൺകെട്ട് വിദ്യയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നാടുവാഴി അതിലേക്ക് കുന്തം കൊണ്ട് കുത്താൻ കൽപ്പിച്ചു. കുന്തം കൊണ്ട് കുത്തിയതും അതിൽ നിന്നും രക്തം നിലയ്ക്കാതെ ഒഴുകാൻ തുടങ്ങിയപ്പോൾ പേടിച്ച് പരിഭ്രാന്തരായി അവർ തോമാസ് ലീഹയോട് മാപ്പപേക്ഷിച്ചു എന്നാണ് പറയപ്പെടുന്നത്. രക്തം വരുന്ന സ്ഥലത്ത് ദൈവ ചൈതന്യമുണ്ടെന്നാണ് പഴമക്കാർ വിശ്വസിച്ചിരുന്നത്. അവർ അനുഭവിച്ച അത്ഭുതങ്ങൾ കാരണം തോമാസ് ലീഹയെ ദൈവമായി കരുതാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ തോമാസ് ലീഹ അവരോട് പറഞ്ഞു, ഇതൊന്നും എൻ്റെ പ്രവർത്തികളല്ല, എൻ്റെ ഗുരുദേവൻ എന്നിലൂടെ പ്രവർത്തിക്കുന്നതാണെന്ന് അറിയിച്ചു. അപ്പോൾ ആളുകൾക്ക് ഗുരുദേവനായ യേശുവിനെക്കുറിച്ച് അറിയാൻ തോമാസ് ലീഹയോട് ചോദിച്ചു. അങ്ങനെയാണ് മലയാറ്റൂർ മലമുകളിൽ വെച്ച് തോമാസ് ലീഹ ആദ്യമായി സുവിശേഷം പ്രസംഗിക്കുന്നത്. തോമാസ് ലീഹയുടെ സുവിശേഷം കേട്ടിരുന്ന ആളുകൾക്ക് ദാഹം സഹിക്കാതെ വരുന്നു എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ദണ്ട് പാറയിൽ കുത്തിയതും അവിടെ നിന്നും ജലം ശക്തമായി ഒഴുകിയെന്നും പറയപ്പെടുന്നു. നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നതാണ് ഈ സ്ഥലം. ഇതൊരു കിണറോ കുളമോ ഒന്നുമല്ല. ഉറവൊഴുകി വരുന്നത് തടകെട്ടി സംരക്ഷിച്ചിരിക്കുക മാത്രമാണ്. പക്ഷെ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണിത്. കാരണം ആകെ ഇടുപ്പോളം വെള്ളം മാത്രമേ ഉള്ളൂ. അതും ഈ കടുത്ത വേനലിലും
ഉറവൊഴുകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള കുളത്തിലെ വെള്ളം വരെ വറ്റിപ്പോകുന്ന സമയമാണിത്. പക്ഷേ അപ്പോഴും ഈ മലമുകളിലെ ഈ ചെറിയ തടയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നു. അതുമാത്രമല്ല, ഈ വെള്ളം ഇതുവരെ വറ്റിയതായി ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഞാൻ ഈ മാലിന്യ കൂമ്പാരം, അതും പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരം ഞാൻ ഷൂട്ട് ചെയ്തതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ഒരു പ്രകൃതിയെ സ്നേഹിക്കുന്നവർ ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത ഒന്നാണിത്. അതും ഒരു ഇൻ്റർനാഷണൽ പദവി ലഭിച്ചിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് ഇവിടെ. ഇവിടെ വന്ന് ഇങ്ങനെ മാലിന്യങ്ങൾ ഇടുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനു മുമ്പ് ഞാൻ മംഗളാദേവി ക്ഷേത്രത്തിൽ പോവുകയുണ്ടായി. അവിടെ അടിവാരത്ത് തന്നെ ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്നവർ പ്ലാസ്റ്റിക് കുപ്പികൾ മുകളിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. പക്ഷേ ഇവിടെ കടകൾ തന്നെ മുകളിലുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികളിലാണ് മൊത്തം വെള്ളം കൊടുക്കുന്നത്. തോമാശ്ലീഹ മരിച്ചു കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ പിന്നിട്ടു. ഒരിക്കൽ കാലികളെ മേയ്ക്കുന്നതിനായി കുറച്ച് ആളുകൾ മലമുകളിലെത്തുകയും തോമാശ്ലീഹ സ്ഥാപിച്ച കുരിശടയാളം നശിപ്പിക്കുകയും പിന്നീട് അതിനടുത്ത് വിശ്രമിക്കുകയും ചെയ്തു. രാത്രിയായപ്പോൾ അവർ നശിപ്പിച്ചു കളഞ്ഞ അതേ സ്ഥലത്ത് പൊന്നിൻ്റെ നിറമുള്ള അതേ കുരിശടയാളം പ്രത്യക്ഷപ്പെട്ട് പ്രകാശിക്കുന്നത് കണ്ട് ഭയന്നു പോകുകയും പിന്നീട് അവിടെ കിടാവിളക്ക് കത്തിച്ച് ആരാധിച്ചു തുടങ്ങുകയും ചെയ്തു. മലമുകളിലുള്ള വിളക്ക് അണഞ്ഞു പോയാൽ മലമുകളിൽ നിന്നും വരയാടുകൾ കൂട്ടം കൂട്ടമായി താഴെ ഇറങ്ങി വന്ന് കരഞ്ഞ് നാട്ടുകാരെ അറിയിക്കുമെന്നാണ് പറയപ്പെടുന്നത്. തോമാശ്ലീഹയുടെ പ്രാർത്ഥനയുടെ ശക്തിയിൽ പാറ വരെ അലിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ പാറയിൽ പതിഞ്ഞത് അവിടെ സാക്ഷിയായി ഇന്നും കാണാവുന്നതാണ്. യേശു മരിക്കുന്ന സമയത്ത് തോമാശ്ലീഹയ്ക്ക് എത്ര വയസ്സായി എന്നത് എനിക്ക് വ്യക്തമായി അറിയില്ല. പക്ഷേ യേശു മരിച്ചു കഴിഞ്ഞ് 52 വർഷം കഴിഞ്ഞാണ് അദ്ദേഹം ഭാരതത്തിലെത്തിയത്. അപ്പോൾ വയസ്സായ വ്യക്തിയാണെന്നുള്ളത് വ്യക്തമാണ്. പ്രായമായ സിദ്ധനായതുകൊണ്ട് അദ്ദേഹത്തെ മലയാളികൾ സ്നേഹപൂർവ്വം മുത്തപ്പ എന്നാണ് വിളിച്ചത്. ഇവിടെ വന്നപ്പോൾ പിന്നെയും വലിയൊരു സന്തോഷം തോന്നി. എന്താണെന്നറിയോ? ഇവിടെയുള്ള കുരിശുകളിൽ ഏറ്റവും വലുത് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട്ടുകാരായ കൊഴിഞ്ഞാമ്പാറക്കാരാണ്. KL70 എന്ന് എഴുതി വെച്ചിട്ട് അതിൽ എല്ലാ മതസ്ഥരുടെ ചിഹ്നങ്ങളും വരച്ചു വെച്ചിരിക്കുന്നു. അർത്ഥത്തിൽ കുരിശിൽ ഇതൊന്നും കൊത്തിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ പാലക്കാടുകാരുടെ സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഒരു പ്രതീകമാണ് അവരവിടെ കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് പോലെ എന്നോ മരിച്ചുപോയ ഒരാളെ ഇന്നും ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ? ഞാൻ തോമാശ്ലീഹയെ മാത്രമല്ല പറഞ്ഞത്, യേശുദേവനെയും കുറിച്ചാണ്. നിങ്ങൾ വിശ്വാസികളോ അവിശ്വാസികളോ ആയിക്കോട്ടെ, പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് കഴിയാവുന്നവർ ഇതെല്ലാം വന്ന് കാണാൻ ശ്രമിക്കുക. പലപ്പോഴും ആളുകൾ നേരെ മലമുകളിലുള്ള കുരിശുമുടി പള്ളിയിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. പക്ഷേ പെരിയാറിന് തീരത്തുള്ള പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് വേണം മലമുകളിലുള്ള പള്ളിയിലേക്ക് പോവാൻ. അടിവാരത്തുള്ള പള്ളി സ്ഥാപിച്ചിരിക്കുന്നത് AD 900-ലാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1100-ഓളം അടി ഉയരത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ജാതിമത ഭേദമന്യേ എല്ലാ മതസ്ഥരും മല കയറി വന്ന് മുത്തപ്പനെ കാണാൻ എത്താറുണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും നിരവധി ആളുകളാണ് ഇവിടെ എത്താറുള്ളത്. അതുമാത്രമല്ല, ഈ മലമുകളിൽ 2 പള്ളികളാണുള്ളത്. അതിൽ
അതിപുരാതനമായ പള്ളിയെ ആന കുത്തിയ പള്ളി എന്നാണ് വിളിക്കുന്നത്. അതായത് മനുഷ്യ സാന്നിധ്യം അധികമില്ലാത്ത കാലത്ത് ആനകൾ വന്ന് കുത്തിയിരുന്നത് കൊണ്ടാണ് ഈ പള്ളിയെ ആന കുത്തിയ പള്ളി എന്ന് വിളിച്ചിരുന്നതെന്ന് പറയുന്നു. ഈ പാറയിൽ എൻ്റെ കാലുകൾ സ്പർശിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു പോവാണ്, ഭൂമിയിൽ നിന്നും അസ്തമിച്ചു പോയ എത്ര പാദങ്ങൾ സ്പർശിച്ചിട്ടുള്ള ഇടമാണ് ഇവിടമെന്ന്. അതുപോലെ തന്നെ വരും കാലത്ത് എന്നെപ്പോലെ ഇതുപോലെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.